ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് സ്മാർട്ട് ഫോണുകൾ മാറിയിരിക്കുന്നത്. എന്നാൽ ഓരോ ദിവസവും ഉപയോഗിച്ച് കഴിയുമ്പോഴും മൊബൈൽ ഫോണുകളുടെ വേഗത കുറയും. അത് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് COVID-19 മഹാമാരി മൂലം വീട്ടിൽ നിന്നും ജോലി ചെയ്യുന്നതിനാൽ നമ്മൾ കൂടുതലായിട്ട് സ്മാർട്ട് ഫോണിനെ ആശ്രയിക്കുന്നുമുണ്ട്. അതിനാൽ ഫോണുകൾ വേഗതയോടെ പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ്. പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് എല്ലാവർക്കും സാധിച്ചെന്ന് വരുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഫോണിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫോണിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന 5 മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് ഫോണിലെ ക്യാഷെ കളയുക എന്നതാണ്. നിങ്ങൾ ഫോണിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തെങ്കിലും അവശേഷിപ്പിക്കും. അതെല്ലാം കൂടി ചേർന്ന് റാമിൽ ക്യാഷെയായി മാറും. അതിനെ ഡിലീറ്റ് ചെയ്യുന്നത് ഫോണിൻ്റെ വേഗത തിരിച്ചുപിടിക്കാൻ സഹായിക്കും. ഒരിക്കൽ ഒരു ആപ്പോ വെബ്സൈറ്റോ തുറന്നാൽ അത് പിന്നീട് തുറക്കുമ്പോൾ വേഗതയിൽ തുറക്കുന്നതിനായി കുറച്ച് ക്യാഷെ അവശേഷിപ്പിക്കും. ഇത് റാമിലെ ഇടമാണ് ഇതിനായിട്ട് എടുക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് പിന്നീട് ഒരു പ്രവർത്തനം നടത്താൻ കുറഞ്ഞ റാമേ ലഭിക്കുകയുള്ളൂ. ക്യാഷെ എടുത്ത് കളയുന്നതിന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്റ്റോറേജ് എന്നത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ക്യാഷെ എന്നത് കാണാം. അത് ഡിലീറ്റ് ചെയ്താൽ മതിയാവും. ആനിമേഷൻസിനെ പ്രവർത്തനരഹിതമാക്കുക എന്നാണ് രണ്ടാമത്തെ കാര്യം. ആനിമേഷൻസൊക്കെ കണ്ണുകൾക്ക് നമുക്ക് വളരെ ആകർഷകമാണ്. പക്ഷേ ഫോണിന് അവ പ്രവർത്തിക്കാൻ കൂടുതൽ വിഭവങ്ങൾ ആവശ്യമാണ്. പതിയെ ഈ ആനിമേഷൻസ് നമുക്ക് തലവേദനയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി ആനിമേഷൻസ് പ്രവർത്തനരഹിതമാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സെറ്റിങ്സിൽ പോവുക. അതിൽ എബൌട്ട് ഫോൺ എന്നത് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുക. അതിൽ ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്യുക. അതിനുശേഷം മെയിൻ സെറ്റിംഗ് പേജിലേക്ക് തിരിച്ചു വന്നിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. അതിൽ നിന്നും വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും ആനിമേഷൻസ് ഓഫ് എന്നത് കൊടുക്കുക. ഇനി മൂന്നാമതായിട്ട് ചെയ്യാനുള്ള കാര്യം ഉപയോഗിക്കാത്ത ആപ്പുകളെ ഡിലീറ്റ് ചെയ്യുക എന്നതാണ്. സ്മാർട്ട് ഫോണുകളിൽ ധാരാളം ബ്ലോട്ട്വെയറുകൾ ഉണ്ടാവും. അവ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കില്ല. കൂടാതെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട ഉപയോഗിക്കാത്ത ആപ്പുകളും ഉണ്ടാകും. അവയെല്ലാം നിങ്ങളുടെ ഫോണിനെ സ്പേസ് കുറയ്ക്കും. അതെല്ലാം ക്യാഷേക്ക് കാരണമാകും. സ്ക്രീനിലെ സ്ഥലം ഉപയോഗിക്കും. അതിനാൽ നിങ്ങൾ വേണ്ടാത്ത ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക. ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്താലും മതിയാവും. ഇനി നാലാമതായിട്ട് ക്രോമിലെ ഡാറ്റ സെർവർ പ്രവർത്തിപ്പിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറുകളിൽ ഏറ്റവും മികച്ചതാണ് ക്രോം. നമ്മൾ വാങ്ങിക്കുന്ന ഫോണിൽ ഈ ബ്രൗസർ ഉണ്ടാകും. എന്നാൽ ക്രോമിലെ ഡാറ്റ സെർവർ പ്രവർത്തനക്ഷമമാക്കിയാൽ ഈ ബ്രൗസർ കൂടുതൽ മികച്ച പ്രവർത്തന രീതിയിൽ വരും. ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിന് വലതുവശത്ത് മുകളിലുള്ള ഹാംബർഗർ ഐക്കൺ എടുത്തിട്ട് സെറ്റിംഗ്സിൽ പോയി ഡാറ്റ സെർവർ ഓപ്ഷൻ ഓണാക്കിയാൽ മതിയാവും. ഇനി അഞ്ചാമത്തെ കാര്യം, ലൈവ് വാൾപേപ്പറുകൾ ഉപയോഗിക്കരുത്. ലൈവ് വാൾപേപ്പറുകൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഫോണിലെ CPU-ന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും നിങ്ങൾ ലൈവ് വാൾപേപ്പറുകൾ ഉപയോഗിക്കുന്നത് മൂലം. ഇത് CPU-നും ബാറ്ററിക്കും കൂടുതൽ ഭാരം നൽകും. മൊബൈലിൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കും. അതിനാൽ ലൈവ് വാൾപേപ്പറുകൾ ഒഴിവാക്കി സാധാരണ വാൾപേപ്പറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.